ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വളരെ കൃത്യമായി കർത്താവിൻ്റെ വരവുമായിട്ടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ 29-ാം വാക്യത്തിൽ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോവും. അപ്പോൾ മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാളധ്വനിയോടുകൂടി അയക്കും. അവർ അവൻ്റെ വൃതന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ വചനം കാണുന്ന കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകാതെ കർത്താവിനോടുകൂടെ ചേർക്കപ്പെടുവാൻ, ആ വൃതന്മാരെ കർത്താവ് അയക്കുന്ന സമയത്ത് ദൂതന്മാരെ അയച്ച് നമ്മുടെ ആത്മാക്കൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വരവെങ്കിൽ, അല്ല മരണപ്പെട്ട് കല്ലറകളിൽ വിശ്രമിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ വരവെങ്കിൽ, കർത്താവിനോടുകൂടി ഉയർക്കപ്പെടുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിൽ ഉയർക്കുവാൻ, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജീവിതം ക്രമീകരിച്ച് ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.